തിരുവനന്തപുരം പേരൂർക്കട SAP ക്യാമ്പിലെ പോലീസ് ട്രെയിനി ആനന്ദിന്റെ ആത്മഹത്യയിൽ കുടുംബത്തിന്റെ വാദം തള്ളി DIGയുടെ അന്വേഷണ റിപ്പോർട്ട്. ആത്മഹത്യയിൽ പോലീസിന് വീഴ്ച സംഭവിച്ചിട്ടില്ല എന്നാണ് പ്രാഥമിക റിപ്പോർട്ടിലെ പരാമർശം. മരണത്തിൽ വിശദമായ അന്വേഷണം നടത്തുമെന്നും ADGPക്ക് കൈമാറിയ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ദിവസങ്ങൾക്ക് മുൻപാണ് തിരുവനന്തപുരം പേരൂർക്കട SAP ക്യാമ്പിൽ പോലീസ് ട്രെയിനിയായ ആനന്ദ് ആത്മഹത്യ ചെയ്തത്. കൈഞ്ഞരമ്പ് മുറിച്ചുള്ള ആത്മഹത്യാ ശ്രമം പരാജയപ്പെട്ടതിന് പിന്നാലെ ആനന്ദ് തൂങ്ങി മരിക്കുകയായിരുന്നു. സംഭവത്തിൽ പോലീസ് ഉദ്യോഗസ്ഥർക്ക് പിഴവില്ലെന്നാണ് DIGയുടെ റിപ്പോർട്ട്. ആദ്യ ആത്മഹത്യാ ശ്രമത്തിന് ശേഷം ആനന്ദിനെ പരിചരിച്ചതിലും ഉദ്യോഗസ്ഥർക്ക് വീഴ്ചയുണ്ടായിട്ടില്ല. ആദ്യ ആത്മഹത്യാ ശ്രമത്തിന് ശേഷം ആശുപത്രിയിൽ പാർപ്പിക്കുന്നതായിരുന്നു ഉചിതം. എന്നാൽ ബാരക്കിൽ താമസിക്കണമെന്ന് ആനന്ദ് എഴുതി നൽകി. കൗൺസിലിംഗിന് ശേഷം ആനന്ദ് സന്തോഷവാനായിരുന്നുവെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ആനന്ദിനെ നിരീക്ഷിക്കാൻ 2 ഉദ്യോഗസ്ഥരെ ചുമതലപ്പെടുത്തി. എന്നാൽ ആദ്യത്തെ ആത്മഹത്യാ ശ്രമ വാർത്തകൾക്ക് താഴെ വന്ന ചില കമന്റുകൾ ആനന്ദിനെ അസ്വസ്ഥപ്പെടുത്തി. ആനന്ദിന് ആരുമായും സൗഹൃദമുണ്ടായിരുന്നില്ല എന്നും റിപ്പോർട്ടിൽ പറയുന്നു. തനിക്ക് ആരുമായും പ്രശ്നങ്ങളില്ല എന്ന് നേരത്തെ മേലുദ്യോഗസ്ഥരോട് പറഞ്ഞിരുന്നതായി റിപ്പോർട്ടിലുണ്ട്. SAP ക്യാമ്പിലെ മേലുദ്യോഗസ്ഥരുടെ പീഡനമാണ് ആത്മഹത്യയിലേക്ക് നയിച്ചത് എന്നാണ് കുടുംബത്തിന്റെ ആരോപണം തള്ളുന്നതാണ് റിപ്പോർട്ട്. എങ്കിലും വിശദമായ അന്വേഷണം നടത്തുമെന്നും DIG അരുൾകൃഷ്ണ ബറ്റാലിയൻ ADGPക്ക് സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നു. സഹോദരന്റെ മൊഴി 2 ദിവസത്തിനകം രേഖപ്പെടുത്തും. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.